കഥയെഴുതി ഉണ്ടാക്കി ഡയറക്റ്റ് ചെയ്ത് ഒരുപാട് മറ്റുള്ള ഈ ടെക്നിക്കൽ സപ്പോർട്ടോടുകൂടി അഭിനയിപ്പിച്ച് എടുക്കുകയാണ് ചെയ്ത ഡയറക്ടർക്ക് എൻ്റെ എല്ലാ വിനീതമായ നമസ്കാരം. ഇതിന് ധൈര്യം കാണിച്ച പ്രൊഡ്യൂസറെ സമ്മതിക്കാതെ പറ്റില്ല. കാരണം ഈ കഥ പറഞ്ഞ് ഏൽപ്പിക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ വിഷ്വലിലാണ് ഇതിൻ്റെ കഥ നിൽക്കുന്നത്. പടം കണ്ടാലേ കഥ മനസ്സിലാവുള്ളൂ, കാര്യം മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരാളെ വിശ്വസിച്ച് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഏൽപ്പിക്കുമ്പോൾ ആ പ്രൊഡ്യൂസറെയും സമ്മതിക്കണം. മറ്റൊന്ന് റീമയുടെ കാര്യമാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതിപ്പോൾ 22 ഫീമെയിൽ കണ്ടപ്പോഴാണ് ഞാൻ എത്തിയത്. ഇപ്പോൾ ഇതെന്നെ വല്ലാതെ ഞെട്ടിച്ചു പടം. റീമ ഹാസ് ഡൺ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഫിലിം. റിച്വൽസും മിത്തും ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പ്ലസ് ക്യൂരിയോസിറ്റി ലെവൽ. ഇപ്പോൾ സജിൻ്റെ എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുള്ളതാണ്. സോ ഈ പടത്തിൽ എനിക്ക് കുറച്ചുകൂടെ തോന്നിയത് ഇതിൻ്റെ ക്യൂരിയോസിറ്റി ലെവല്, പിന്നെ അൺപ്രഡിക്റ്റബിലിറ്റി, പിന്നെ റിച്വൽ ബ്ലെൻഡ് ചെയ്തിട്ടുള്ളത്. സോ ഐ തിങ്ക് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഫിലിം ആൻഡ് വെരി വെൽ ഷോട്ട്, വെരി വെൽ എഡിറ്റഡ്. ഐ തിങ്ക് ഫാബുലസ് ഫിലിം. ആൻഡ് ഒരിക്കൽ കൂടെ പറയട്ടെ, ഡോണ്ട് ബി ഡിഫെൻസീവ്, യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് പേഴ്സണൽ മെസ്സേജസ്. താങ്ക് യു. അറ്റംപ്റ്റ് തന്നെ ഇങ്ങനെ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ചുകൂടെ മാറി നിൽക്കുന്ന ഒരു സിനിമ ഉണ്ടാക്കുന്ന തന്നെ അഭിനന്ദിക്കേണ്ട കാര്യമാണ്. അഭിനന്ദിക്കുന്നു. സിനിമയ്ക്ക് എല്ലാ ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു. സജിൻ, എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. നല്ലൊരു, എനിക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അങ്ങനെയല്ല, ഇറ്റ്സ് എക്സ്പീരിയൻസ് വൈസ് ഒരു നല്ല എക്സ്പീരിയൻസ് കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് ഭയങ്കര രസമാണ്. എൻ്റെ 1983 ഇറങ്ങുന്നത് IFPയിൽ വന്നതും സജിൻ്റെ ഫസ്റ്റ് മൂവി ഒരേ വർഷമായിരുന്നു. എൻ്റെ സജിൻ്റെ സിനിമകളെല്ലാം എനിക്ക് തോന്നുന്നത് സജിൻ്റെ സിനിമയും അത് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ, ഒരുപാട് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ സജിൻ്റെ സിനിമകൾ 100-150 ഫെസ്റ്റിവലിനപ്പുറം സജിൻ്റെ ഫെസ്റ്റിവൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ചിന്തകളേക്കാളൊക്കെ മുകളിലാണ് സജിൻ്റെ ചിന്ത. അപ്പോൾ ഞാൻ സജിൻ്റെ സിനിമ ജഡ്ജി ചെയ്യുന്നതിനേക്കാളൊക്കെ മുകളിലാണ് സജിൻ. താങ്ക് യു. ഞാൻ സത്യം പറയാം, ഒരു ഗംഭീരമായൊരു സിനിമയാണ്, നല്ല ടീം വർക്കാണ്. അതിലേറെ എനിക്ക് സന്തോഷം എന്ന് പറയുന്നത് റിമ ഒരുപാട് നാൾക്ക് ശേഷം ഒരു ശക്തമായ കഥാപാത്രം നൽകിയതിന് സജിനോട് പ്രത്യേകമായി നന്ദി പറയുന്നു. അതുകൂടാതെ ഇത് വിശ്വസിച്ച് പണം മുടക്കിയ പ്രൊഡ്യൂസേഴ്സ്, കൂടാതെ ഞങ്ങളുടെ സുഹൃത്തുക്കളായ, എൻ്റെ പേഴ്സണൽ സുഹൃത്തുക്കളായ നമ്മുടെ ഡെയിൻ, അതുപോലെ ബാലാജി, അഖിൽ, അവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സഞ്ജേട്ട, എല്ലാവരും പറയുന്ന പോലെ ഒരു നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് പേരെടുത്ത് പറയേണ്ട 2 പേര് ഇതിലുണ്ട്. ഒന്ന് ശ്യാം ആൻഡ് അപ്പു. നമ്മൾ ഈ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് പറയുന്ന ആ വിഷ്വൽസും ആ ഋതവും ഉണ്ടാക്കിയ 2 പേരാണ്. ഡെഫിനറ്റ്ലി മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒന്ന്, ഞാനൊരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെയാണ് വന്നത്. ഞാൻ വേറെ ആരോടും അപ്പുവിനോടും ഒന്നും ഇതിൻ്റെ സ്റ്റോറി ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ എനിക്കത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. എനിക്ക് റിമയുടെ കാര്യം എടുത്തു പറയണം. ബിക്കോസ് നമ്മളെപ്പോഴും ആക്ടേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ അവർ അതിൻ്റെ പുറകെ ഇടുന്ന ഡെഡിക്കേഷനും അതിൻ്റെ എഫേർട്ടും, ഞാൻ അതായിരുന്നു വെൻ ഐ വാസ് വാച്ചിങ് ദ മൂവി എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ടച്ച് ചെയ്തത്. കാരണം എനിക്ക് തോന്നുന്നില്ല ഇത്രയും എഫേർട്ട് ഇട്ട് അങ്ങനെ ഒരു ഫീമെയിൽ ആക്ടർ ഇതിനു മുന്നേ എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. സോ അത്രയും എനിക്ക് അവരോട് ബഹുമാനവും സ്നേഹവും അഡ്മിറേഷനും ഒക്കെ അറ്റ് ദ സെയിം ടൈം തോന്നി. ആൻഡ് അത്രയും കൺവിൻസിങ് ആയിട്ട് ആ ക്യാരക്ടറിനെ പോർട്രേ ചെയ്തതിനും ആൻഡ് ഡെഫിനറ്റ്ലി അത്രയും റോയ് ആയിട്ട് പെർഫോം ചെയ്തതിനും ഒക്കെ ഷീ ഡിസേർവ്സ് എ ബിഗ് അപ്ലോസ്. ആൻഡ് ഐ ഷുഡ് സേ താങ്ക് യു സോ മച്ച് സജിൻ ഫോർ ദിസ് ബ്യൂട്ടിഫുൾ മൂവി. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ സജിൻ, ഇങ്ങനൊരു മിത്തിനെയും റിയാലിറ്റിയെയും കറക്റ്റ് ആ സെൻറ്റൻസ് തന്നെയാണ്, മിത്തിനെ എങ്ങനെ റിയാലിറ്റിയിൽ കൊണ്ടുവരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വെനം എന്ന് പറയുന്നത് വെനമസ് ആയിട്ട് മറ്റു പല കമ്പനീസ്, മെഡിസിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഈ പറഞ്ഞതുപോലെ ഒരുപാട് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ പുറകിൽ വരുന്നുണ്ട്. അതിൻ്റെ ഇൻഡെപ്തിൽ എനിക്ക് തോന്നുന്നു അതൊരു ക്വസ്റ്റ്യനായിട്ട് ഇട്ട് തന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങിൽ പോകാതെ, പക്ഷെ അതിൻ്റെ ഒരു പൊളിറ്റിക്സ് വളരെ സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്.
എല്ലാവരും ആക്ടേഴ്സ്, സ്പെഷ്യലി ഫീമെയിൽ ആക്ടേഴ്സ്. നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു തോന്നാറുണ്ട്, ഒരു ഫീമെയിൽ ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ നമ്മളെപ്പോഴും കൂടുതൽ നോക്കുന്നത് ഫീമെയിൽ ആർട്ടിസ്റ്റുകളെ ആയിരിക്കും. അപ്പോൾ റിമ വണ്ടർഫുൾ ജോബാണ് ചെയ്തത്. അതുപോലെ ഏറ്റവും നന്നായിട്ട് ഈ ഒരു കോൺസെപ്റ്റ് നമ്മളെപ്പോഴും നമ്മുടെ പൈതൃകത്തിനെ എങ്ങനെ നമ്മൾ പ്രിസർവ് ചെയ്യാം എന്ന് പറയുന്നത്, അതൊരു ഷോ പീസ് ആക്കാതെ എങ്ങനെ അത് നമ്മൾ എൻവയൺമെൻറ്റുമായിട്ട് ചേർന്ന് ജീവിക്കുന്നതിനെ അപ്ലോഡ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ്, അതിൻ്റെ മേക്കിംഗ് ആണ്. ഹാറ്റ്സ് ഓഫ്. ഐ മീൻ സ്പെഷ്യലി ഇത്തരം ഒരു ചിന്തകളുമായിട്ട് വരുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ്, നമ്മൾ പിൻകാല ഡയറക്ടേഴ്സിനെ പറയും, അവരുടെയൊക്കെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് അത്രയും വലിയ പ്രൊഡ്യൂസേഴ്സും കൂടിയാണ്. അവർക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അതൊരു ഫൈനൽ ഔട്ട്പുട്ടായി കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം. വിക്കി സാർ പറഞ്ഞ പോലെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ക്യൂരിയോസിറ്റി, ഇതെവിടെ പോയി ലാൻഡ് ചെയ്യുന്നു എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ത്രൂലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ നല്ല കുറേ പെർഫോമൻസ്. ഇതിൽ കുറേ ആളുകൾ, സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാർ വളരെ പരിചയമുള്ള ആൾക്കാരാണ്. ഡെയിൻ, റിമ, അല്ലെങ്കിൽ അമ്മയായിട്ട് അഭിനയിച്ച എല്ലാവരും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. കൺഗ്രാറ്റ്സ് ബ്രദർ, ടീമിന് എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഒരുപാട് സന്തോഷം. ഇത്രയും ആക്ടേഴ്സിനെയൊക്കെ ഇതുപോലെ ഉള്ളൊരു സ്ക്രിപ്റ്റ് ഇത്രയും ജനങ്ങളുടെ ഇടയിൽ കൺവിൻസിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിൽ അവരെ മേക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സച്ചിൻ്റെ ഒരു എഫേർട്ടിനെ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. താങ്ക് യു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നാണ് വരുന്നതെന്ന് ഞാൻ മാത്രമല്ല, ഇന്ത്യയിൽ എല്ലാവരും ഇപ്പം അക്നോളജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ലിമിറ്റേഷൻ ഞാൻ വർഷങ്ങളായിട്ട് കാണുന്നത്, സ്ത്രീ കേന്ദ്രിക സിനിമകൾ കാണാൻ കിട്ടുന്നില്ലെന്നാണ്. പക്ഷേ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ഇന്ദുലക്ഷ്മിയുടെ പടം, ശിവരഞ്ജിനി ഉണ്ടാക്കിയിരിക്കുന്ന പടം, ആൻഡ് ഇന്ന് സജൻ ബാബുയുടെ തിയേറ്റർ കണ്ടിട്ട് there's a sense of relief because a brilliant actress like Rima Kallingal is getting the space that she deserves to get. And I think only in the Malayalam film industry will you find producers who are willing to back this kind of experimentation. And Malayalam cinema ingante padam kanumba you realize mainstream ennanu, niche ennanu, art ennanu, angante boundaries onnum illa. So congratulations to the whole team. ഞാനൊരു ഫിലിം ലവർ മാത്രമാണ്. എനിക്കങ്ങനെ ടെക്നിക്കലായിട്ട് ഓരോ രീതിയിലും ഡൈസെക്റ്റ് ചെയ്യാൻ എനിക്കറിയില്ല. ഞാനൊരു സിനിമ കാണുന്നത് ഒരു സിനിമാ പ്രേമി എന്ന നിലയ്ക്ക് മാത്രം. ആൻഡ് കംപ്ലീറ്റ്ലി എൻഗേജിങ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു. ഒരു നിമിഷം പോലും എൻ്റെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടില്ല, പതറിയിട്ടില്ല, സ്ക്രീനിൽ നിന്ന് കണ്ണെടുത്തിട്ടില്ല. മ്യൂസിക് ഓരോ നിമിഷവും എന്നിങ്ങനെ കാതോർത്തിരിക്കുകയായിരുന്നു. എൻ്റെ മകളുടെ കൂടെ എനിക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമാണ് ഈ സിനിമ. റിമയുടെ പെർഫോമൻസിനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട, അമ്മയുടെ പെർഫോമൻസ് ഒന്നും പറയേണ്ടതില്ല. പിന്നെ പോളിറ്റിക്സ്, എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നമ്മുടെ ബോഡി പോളിറ്റിക്സ് അത് ഹൈലൈറ്റ് ചെയ്യുന്നത് എനിക്ക് വളരെയധികം ടച്ച് ചെയ്തു. കാരണം നമ്മൾ എത്ര എളുപ്പമാണ് ഒരു വ്യക്തിക്ക് മുദ്ര കുത്താൻ പറ്റുന്നത്, ഒരു സമൂഹത്തിന് മുദ്ര കുത്താൻ പറ്റുന്നത്, അതൊക്കെ വളരെ മനോഹരമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ട്രഡീഷനെ കുറിച്ച് പറയണ്ട, നമ്മൾ മറന്നുപോയ പല കാര്യങ്ങളും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. നമ്മുടെ വീടുകളിൽ കണ്ടിരിക്കുന്ന കാവ്, എൻ്റെ വീട്ടിൽ വരെ ഒരു കാവ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എവിടെ നിന്ന് എൻ്റെ മോള് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മൂമ്മയോട് ചോദിക്കേണ്ടി വരും. അങ്ങനെ പല ഓർമ്മകൾ ഇങ്ങനെ വരികയാണ്. ആൻഡ് ഓഫ് കോഴ്സ് ദ കറപ്ഷൻ, എത്രയെത്രയോ ലെയേഴ്സിലാണ് ഈ സിനിമ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിനൊരു ബിഗ് താങ്ക് യു ടു ദ പ്രൊഡ്യൂസർ ആൻഡ് സജിൻ. താങ്ക് യു. സജിൻ വളരെ നന്നായിട്ടുണ്ട്. എല്ലാ ടീം മെമ്പേഴ്സ് സജിൻ്റെ ഫിലിം മേക്കിങ്ങിൻ്റെ ഗ്രാഫ് മുകളിലോട്ടാണ് നമുക്കുള്ളതുകൊണ്ട് ഒരു നല്ല ഇതുവരെ ചെയ്ത സിനിമകളുടെ മേക്കിങ്ങിൻ്റെ കണ്ടന്റിന് മാത്രമല്ല ഞാൻ പറയുന്നത്, മേക്കിങ്ങിൻ്റെ ഗ്രാഫ് ശരിക്കും മുകളിലോട്ടാണ്. എഡിറ്റിംഗ് അപ്പു അമേസിങ് ജോബ്. ഇറ്റ്സ് റിയലി യു ക്യാൻ സീ ആൻഡ് പെർഫോമൻസസ്, everybody's performances were very natural and very gripping narrative. Thank you, Professor. All the best in festival as well as in theatres. Thank you. 2 ദിവസവും 1.5 ദിവസമാണ് അഭിനയിച്ചത്. സജിൻ്റെ പടമാണ്, ഒന്നും നോക്കിയില്ല, നേരെ വർക്കല പോയി അഭിനയിച്ചു വന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ
ഒരു ത്രൂഔട്ട് സിനിമയിൽ അഭിനയിച്ച ഒരു ഫീൽ. പിന്നെ സിനിമയുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, നമ്മുടെ സിനിമയാണ് ഇത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഡയലോഗ് അമ്മ മകളോട് പറയും, ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ ദൈവത്തിനറിയാമല്ലോ. അതൊരു വല്ലാത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ ഞാൻ അഖിലിനോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയായിരുന്നു, ഇതിനകത്ത് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ്. അത് പിന്നെ ഇവിടെ ആരോ പറഞ്ഞതുപോലെ ഒന്നിൻ്റെയും പക്ഷം പിടിച്ചില്ല, ഒരു ഡിസ്കഷന് വേണ്ടിയിട്ടുള്ള ഒരു റൂം ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ സിനിമയിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എൻജോയ്ഡ് വർക്കിംഗ് വിത്ത് യു, ലവ് യു ബ്രദർ. നന്നായി വരട്ടെ, ഒരു PVP ആയിട്ട് മാറട്ടെ, പണം വാരി പടം ആയിട്ട് മാറട്ടെ. സജിൻ ബാബു ഞാൻ തമ്മിലിരിക്കുന്ന ഒരു 10-20 വർഷം മുമ്പുള്ള ബന്ധമാണ്. നമ്മൾ ആദ്യമായിട്ട് മിമിക്രിയിലാണ് തുടങ്ങുന്നത്. ഞാനും നോബിയും സജിൻ ബാബുവും കൂടെ ട്രിവാൻഡ്രത്ത് വന്ന് ചാടുന്നു. ആ ഒരു യാത്രയിൽ ഞാനും നോബിയും മിമിക്രി ട്രൂപ്പും പരിപാടികളൊക്കെ ആയിട്ട് പോയി. സജിനെ എവിടെയൊക്കെ മിസ്സായി. പിന്നെ ഞാൻ സജിനെ കാണുന്നത് അയാൾ ശശി എന്ന സിനിമയുടെ പ്രൊമോഷന് ശ്രീനിചേട്ടനുമായിട്ട് ഫ്ലവേഴ്സിൽ വരുമ്പോഴാണ്. കയ്യിലൊരു ഇംഗ്ലീഷ് പുസ്തകമായിട്ട് നിൽക്കുന്നത് സജിൻ. ഞാൻ ജസ്റ്റ് സജിനെ നോക്കി. കാരണം തിരുവനന്തപുരത്തുള്ള സകല അവൾത്തോടത്തിൽ നിന്ന് നമ്മൾ വിളിക്കാത്ത കല്യാണത്തിൽ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ട്. കാരണം അന്ന് പൈസ ഇല്ല. ആ സജിൻ ബാബു ശ്രീനിചേട്ടനായിട്ടൊരു ഇംഗ്ലീഷ് പുസ്തകമായിട്ട് നിൽക്കുന്നത്. ഞാൻ അറിയാം, അന്ന് വർഷങ്ങൾക്ക് ശേഷം സജിനെ കാണുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് കാരണമല്ല, സജിൻ എന്ന് പറയുന്ന അന്ന് തൊട്ടേ സജിന് സിനിമയെന്ന് ഭയങ്കര പാഷനാണ്. ഞങ്ങളുടെ വഴിതെറ്റി മിമിക്രി ഡാൻസ് വഴിയൊക്കെ വന്ന അവസാനം അവ എത്തേണ്ടടുത്ത് നിന്ന് എത്തി. അതിൽ ഡിയർ ഒരുപാട് സന്തോഷം. ഓക്കെ, എന്തായാലും ഈ പടം കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് ആ കളമെഴുത്തും പാട്ട് മേക്ക് ചെയ്ത ആ ഒരു ശൈലി. ഞാൻ ആ സമയത്ത് 4 നോക്കി. കാരണം എനിക്ക് ചെറിയൊരു പിറം വരുത്തു തന്നു. അതായത് നമുക്കത് കാണുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു കളറും ആ ഒരു ടോണും എല്ലാം കൂടെ. അപ്പം സത്യം പറഞ്ഞാൽ ഈ ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമാണ്. ഞാനും ഒറ്റ ദിവസം വന്ന് അഭിനയിച്ചാണ്. എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. ആ കാവിലെ സീനാണ് ആദ്യം ചെയ്യുന്നത്. രാത്രി കഥ പറഞ്ഞില്ല, ഒന്നും പറയാം. നടന്നു വരുമ്പോഴത്തേക്ക് നീ വരുന്നു, ഇത് ചെയ്യുന്നു, പോകുന്നു. പിന്നെ ആ ബൈറ്റ് എടുക്കുന്ന സീക്വൻസും. പക്ഷെ അത് വന്ന് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്. ഡേ ഞാൻ പറയണം എന്തായാലും. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. സത്യം പറഞ്ഞ ഷോസും ഇങ്ങനെ ടെലിവിഷനിലൊക്കെ കൂടുതലായിട്ട് ചാനലിൽ ഇങ്ങനെ മനസ്സുകൊണ്ട് എന്നെ ഇവിടെ മാത്രമാണോ എനിക്ക് കാണാൻ പറ്റുന്നത്, എനിക്ക് സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമത്തിലും, അല്ലെങ്കിൽ എങ്ങനെയാണ് ബിഗ് സ്ക്രീനിൽ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു ക്യാരക്ടർ കിട്ടുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെയുള്ളൊരു ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ള സമയത്താണ് സജിൻ ചേട്ടൻ എന്നെ ഈ ഒരു ക്യാരക്ടറിന് വിളിച്ചത്. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഞാനും ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെയാണ് മൂവി കണ്ടത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ക്യാരക്ടറിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഞാൻ മുഴുവൻ സിനിമയുടെ ഒരു ഫ്ലോ എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ സിനിമ കണ്ടപ്പോഴാണ് ക്യാരക്ടറിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കുറച്ചൊക്കെ അറിയെങ്കിലും ഇത്രത്തോളം ഉണ്ടാവുമെന്ന് ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ നേരത്തെ ഇവരെല്ലാവരും പറഞ്ഞ പോലെ കൊച്ചു സിനിമയാണ്, പക്ഷെ ഒരുപാട് ആളുകൾ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ്. ഫെസ്റ്റിവൽസിലോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ക്രിട്ടിക്കലായിട്ടുള്ള അപ്രിസിയേഷൻ മാത്രമല്ല സിനിമയ്ക്ക്, ആളുകൾ കാണണം, എൻഗേജഡ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പോൾ മാക്സിമം പടം ഇഷ്ടപ്പെട്ടവരൊക്കെ നിങ്ങൾക്കറിയുന്നവരോടൊക്കെ പറയാം. മേഘരാജൻ ഒരുപാട് സിനിമകളുടെ പാർട്ടായിട്ട് വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ്. ഹമാമിൻ്റെ അമ്മയായിട്ടാണ് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും നന്ദി, ഇവിടെ വന്നതിന് നന്ദി. താങ്ക് യു സജിൻ ഫോർ കാസ്റ്റിംഗ് മീ ഇൻ ദിസ് ഫിലിം, ആൻഡ് താങ്ക് യു പ്രൊഡ്യൂസേഴ്സ് ഫോർ മേക്കിംഗ് ദിസ് ബ്യൂട്ടിഫുൾ ഫിലിം. ഞാൻ മലയാളിയാണ്, പക്ഷേ ജനിച്ച് വളർന്നതൊക്കെ മദ്രാസിൽ. അപ്പോൾ കുറച്ച് എൻ്റെ മലയാളത്തിൽ കുറച്ച് പ്രശ്നമുണ്ട്. സോ സോറി ഫോർ ദാറ്റ്. താങ്ക് യു. കുറേ കൊല്ലം മുമ്പ് നിറഞ്ഞ മൊഴിയും തളർന്ന മൊഴിയും എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് വീഡിയോയിൽ ഞാൻ ഉണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ ഇഫ് മെനി ഓഫ് യു മൈറ്റ്, ബിക്കോസ് കുറേ ആൾക്കാർ പുറത്ത് ചോദിച്ചു. പിന്നെ കബിനി എന്ന് പറഞ്ഞ ഒരു ഫിലിം വിത്ത് മാള അരവിന്ദൻ ലോങ് ബാക്ക്. പിന്നെ ഞാൻ ഒരു വലിയ ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും വരണമെന്ന് വിചാരിക്കുന്ന സമയത്തിലാണ് ഐ മെറ്റ് സജിൻ അറ്റ് ദ ഗോവ ഫിലിം ഫെസ്റ്റിവൽ. ആൻഡ് അവിടുന്ന് our friendship and journey started, and yeah, now I'm here. So thank you so much again, Sachin, and thank you for making a film with substance, with a female protagonist.
ഇതിനെ കുറച്ച് ഗട്ട്സ് വേണം ഫോർ യു ആസ് എ ഡയറക്ടർ ആൻഡ് ഫോർ ദം ആസ് പ്രൊഡ്യൂസേഴ്സ്. ആൻഡ് താങ്ക് യു. ഗുഡ് നൈറ്റ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തിയേറ്റർ എന്ന് പറയുന്ന ഈ സിനിമയിൽ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ബിരിയാണി എന്ന സിനിമയെക്കുറിച്ച് എനിക്കറിയുള്ളൂ, ഞാൻ ബിരിയാണിയെ കണ്ടിട്ടുള്ളൂ. അപ്പം ബിരിയാണിയുടെ ഡയറക്ടർ സജിൻ ബാബു ആണ്, അദ്ദേഹത്തിൻ്റെ സിനിമയാണ് എന്നറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം തോന്നിയിരുന്നു. പിന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല, പെട്ടിയും കടക്കെ എടുത്ത് നേരെ തിരുവനന്തപുരത്തേക്ക് പോവുമായിരുന്നു. എനിക്കിതിൽ വളരെ ചെറിയൊരു സീക്വൻസ് ആണ്, എന്നാൽ തന്നെയും എനിക്ക് ഇത്തരം ഒരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ നമ്മൾ ഒരു ആക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന അപ്രിസിയേഷൻ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അത് തന്നെയാണ് ഒരു ആർട്ടിസ്റ്റിനുള്ള ഏറ്റവും വലിയ എൻകറേജ്മെൻ്റ് എന്ന് പറയുന്നത്. അത് സയൻ ചേട്ടൻ നന്നായിട്ട് തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ട് പോരുമ്പോൾ നമ്മൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടി തന്നെയാണ് തിരിച്ചു വന്നതും. എന്തായാലും സ്ക്രീനിൽ ഈ സിനിമയിൽ എന്നെ കാണാൻ കഴിഞ്ഞപ്പോൾ, ചെറിയൊരു ഭാഗമാണെങ്കിൽ തന്നെ കാണാൻ കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. ഒക്ടോബർ 16 സിനിമ റിലീസാവാണ്. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ബാക്കിയുള്ള ആളുകളെയൊക്കെ സജസ്റ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. മീനു പറഞ്ഞ പോലെ തന്നെ മൂവിയുടെ ഭാഗമാകാൻ പറ്റിയത് തന്നെ വലിയ കാര്യം. ഞാനും ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ കാസ്റ്റിംഗ് മീ. എല്ലാവരും പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. ഒക്ടോബർ 16 ഇറങ്ങുന്നത്. താങ്ക് യു. ഞാനും ഇന്നാണ് ആദ്യമായിട്ട് സിനിമ കണ്ടത്. ഞാൻ ആദ്യമായിട്ട് ചെയ്ത സിനിമ B32 മുതൽ 44 വരെ എന്ന സിനിമയാണ്. അത് ഒരു സ്ത്രീയാണ് ഡയറക്റ്റ് ചെയ്തത്. അതിനുശേഷം ഞാൻ ഇന്ന് ഒരു സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു കഥാപാത്രം, ഇത്രയും ഒരു ട്രഡീഷൻസും കൾച്ചറും മിത്തും റിയാലിറ്റിയും എല്ലാം ചേർത്തിട്ട് നമുക്ക് ഭയങ്കര ഒരു ഓപ്പൺ ബുക്കായിട്ട് തന്ന ഒരു സിനിമ. ഞാൻ അതിനുശേഷം എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സിനിമയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് തോന്നുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കാസ്റ്റിംഗ് മീ ഇൻ ദിസ് മൂവി. താങ്ക് യു സോ മച്ച്. ഹലോ, ഞാൻ ചാനലിൽ നിന്ന് വന്ന ആളല്ല, ഞാൻ ഈ സിനിമയുടെ കാസ്റ്റിംഗ് ഡയറക്ടറാണ്. എനിക്ക് ഇതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സജിൻ, ഇതിലൊരു 110ഓളം കാസ്റ്റാണ് ഉള്ളത് കേട്ടോ, ചില്ലറയല്ല 110. അപ്പോൾ സജിൻ ഭായി ഇത് ആദ്യം എടുത്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പെർഫോം ചെയ്യാൻ അറിയാവുന്നവരായിരിക്കണം, ഒരുപാട് ഡയലോഗുകൾ പറയുന്നവരായിരിക്കണം, അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും നമ്മൾ ഒരുപാട് ആളുകളെ തിരഞ്ഞെടുത്തു, എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. ഇവിടെ ഞാൻ പലയിടത്തും മൈക്ക് പോകാൻ നേരത്തെ പല ആളുകളും എൻ്റെ അടുത്ത് പറഞ്ഞു കാസ്റ്റിംഗ് സൂപ്പറാണെന്ന് പറഞ്ഞു. താങ്ക് യു. അപ്പോൾ എല്ലാവരുടെയും പെർഫോമൻസിനും നന്ദി. താങ്ക് യു സർ.